നമസ്തേ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വഴിപാടുകളും പ്രാർത്ഥനകളും എന്തുകൊണ്ട് ഫലം തരുന്നില്ല. വലിയ വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അന്നദാനം, തുലാഭാരം, അങ്ങനെ തുടങ്ങി വലിയ വലിയ വഴിപാടുകൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ നടത്തിയിട്ടും നമുക്കതിൻ്റെ ഫലം ലഭിക്കാതെ വരുന്നു. അതെന്തുകൊണ്ട് ലഭിക്കുന്നില്ല? അപ്പോൾ നമ്മൾ ആ കാര്യത്തെക്കുറിച്ചൊന്ന് പുറകിലോട്ട് സഞ്ചരിക്കണം. മാതാപിതാ ഗുരു ദൈവം, ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന രീതി. മാതാവ് പിതാവിനെ കാണിച്ചു തരുന്നു, പിതാവ് ഗുരുവിനെ കാണിച്ചു തരുന്നു, ഗുരു ദൈവത്തെ കാണിച്ചു തരുന്നു. ഈ സംഹിതയാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ വഴിപാടുകൾ, ഒരുപാട് വഴിപാടുകൾ നമ്മൾ നടത്തി നോക്കുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു, വ്രതങ്ങൾ എടുക്കുന്നു. ഇതൊക്കെ നടത്തിയിട്ടും നമ്മുടെ ദുരിതങ്ങൾക്കൊരു ശമനം വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് പുറകിലോട്ട് സഞ്ചരിക്കണം, ചിന്തിക്കണം എന്നുദ്ദേശിച്ചത്, നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിലോട്ട് നോക്കണം. നമ്മുടെ ഭവനങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവർ, നമ്മുടെ മാതാപിതാക്കൾ, അവർ ഒരു സമയം വരെ ജോലി ചെയ്ത് നമ്മളെ പോറ്റിയവരാണ്, നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിയവരാണ്, നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചവരാണ്. അവരുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക്, ഇന്നത്തെ അവരുടെ സന്തോഷത്തിന്, അവരുടെ രോഗാവസ്ഥയിൽ, അവരുടെ അവശതയിൽ നമ്മൾ എന്തു ചെയ്യുന്നു, എന്തൊക്കെ ഒരുക്കുന്നു അവർക്ക് വേണ്ടി എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ ലോകം തുടങ്ങുന്നത് തന്നെ മാതാവിൽ നിന്നാണ്, പിതാവിൽ നിന്നാണ്, വീട്ടിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഓരോ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ്, അവിടെ നിന്ന് കിട്ടുന്ന പരിലാളനകളാണ് നമ്മളെ പ്രാപ്തരാക്കുന്നത് ഓരോ നേട്ടങ്ങൾക്കായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകൾക്കും അന്നദാനത്തിനും തുലാഭാരങ്ങൾക്കും മുന്നേ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണേണ്ടുന്ന ഈശ്വര ശക്തിയാണ്, ഈശ്വര ചൈതന്യമാണ്, ഈശ്വരരാണ്. ഈശ്വര നേരിട്ട് കാണുന്ന ഈശ്വരനാണ് നമ്മുടെ മാതാവും പിതാവും. അവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വാർദ്ധക്യമായ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ, കഷ്ടതകൾ, അതിൽ നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാറുണ്ടോ? അവർക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെ നിന്ന് തുടങ്ങണം, അവരെ ചേർത്ത് പിടിക്കണം. അവിടെ അവരെന്തെങ്കിലും നമ്മളോട് അരിഷ്ടതകളോ അനിഷ്ടതകളോ കഷ്ടതകളോ ദുഃഖങ്ങളോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പുറത്ത്, നമ്മളത് മറന്ന് അവരോട് ചേർന്ന് നിന്ന് അവരുടെ ദുഃഖങ്ങളിൽ പങ്കാളിയായി, അവരുടെ രോഗാവസ്ഥകളിൽ താങ്ങായി നമ്മൾ നിന്ന് നോക്കൂ. നമ്മുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഫലം കാണുക തന്നെ ചെയ്യും. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനകളും ഒരു വഴിപാടുകളും ഒരു ദേവൻ്റെ കണ്ണും തുറപ്പിക്കില്ല. കാരണം നമ്മൾ കാണുന്ന ചൈതന്യം, നമ്മൾ കാണുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് അമ്പലങ്ങളിലോ മോസ്കിലോ പള്ളികളിലോ എവിടെയോ ആകട്ടെ, അതെല്ലാം നമ്മുടെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കിട്ടിയ അനുഗ്രഹങ്ങളിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ പുലർത്തേണ്ടുന്ന കാര്യങ്ങൾ, മാതാപിതാക്കളോട് നടത്തേണ്ട കാര്യങ്ങൾ, അവരെ ചേർത്ത് പിടിക്കേണ്ടുന്ന ആവശ്യകത, ഇത് മനസ്സിലാക്കി വേണം തൊഴാനും വഴിപാടുകൾ എടുക്കാനും. നമ്മളെ വീട്ടിൽ മാതാപിതാക്കൾ കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മൾ മന്ദിരങ്ങളിൽ പോയി, ദേവാലയങ്ങളിൽ പോയി അന്നദാനം നടത്തിയിട്ടോ, അവിടെ നമ്മൾ വലിയ പ്രസംഗങ്ങൾ നടത്തിയിട്ടോ വഴിപാടുകൾ നടത്തിയിട്ടോ ഒരു കാര്യവുമില്ല. വീട്ടിലെ കഷ്ടതകൾ മാതാപിതാക്കൾക്കൊപ്പം നിന്ന്, അവർക്കൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ സംതൃപ്തരാക്കിയാലേ ഏത് മൂർത്തിയുടെ മുന്നേ പോയാലും നമ്മുടെ വഴിപാടിനും പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം ചെയ്യാനുള്ളത്, എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം, അവിടെ നിന്ന് തുടങ്ങണം. ആ കാൽച്ചുവടുകളിൽ നിന്ന് നമസ്കരിച്ച് തുടങ്ങണം. എങ്കിലേ നമ്മുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ദൈവസന്നിധി എന്നുദ്ദേശിക്കുന്ന ആ തലത്തിലോട്ടെത്തൂ. അപ്പോൾ നമ്മുടെ കൺകണ്ട ദൈവമായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കൂ. നമ്മുടെ വഴിപാടുകൾ ഫലം കാണും, നമ്മൾ വിജയത്തിലെത്തും. നന്ദി, നമസ്തേ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.